ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മിയ ആനി കിച്ചൺ. ഞാനിന്നിവിടെ കുറച്ച് കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കാടമുട്ട കൊണ്ടൊരു അച്ചാർ തയ്യാറാക്കിയെടുക്കാം. ഇതൊരു 12 മുട്ടയുണ്ട്. നമുക്കിതാദ്യം ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം. മൂന്ന്, 4, 5, 6, 7. ഇത് കേട് വന്നതാണ് കേട്ടോ. ഇത് പൊട്ടിപ്പോയി, നമുക്ക് വേണ്ട. ഇത് കൊള്ളാം. 8, 9. ഇതും കേടാ കേട്ടോ, അതും വേണ്ട. ഒരെണ്ണം ഇവിടെ പറ്റിയിരിക്കുന്നുണ്ട്. ഇതും എനിക്ക് തോന്നുന്നു കേടാന്ന് തോന്നുന്നു. ഇളക്കി നോക്കട്ടെ. ഇതും കേടായി പോയതാണ്. അപ്പോൾ 3 എണ്ണം കേടായി പോയിട്ടുണ്ട്. നമുക്ക് 9 മുട്ട കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം. മുട്ട വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് പുഴുങ്ങിയെടുക്കണം. നമുക്ക് ഈ മുട്ട ഇനി പുഴുങ്ങി കൊണ്ടുവരാം. ഒരു 8 മിനിറ്റ് കൊണ്ട് മുട്ട നമുക്ക് പുഴുങ്ങി കിട്ടും. മുട്ട പുഴുങ്ങിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഡേറ്റ്സ് ഒന്ന് അരച്ച് കൊണ്ടുവരാം. ഇതൊരു 12 ഡേറ്റ്സ് ഉണ്ട്. കുരുവൊക്കെ കളഞ്ഞ് വാഷ് ചെയ്തെടുത്തതാണ്. അത് നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം. പിന്നെ ഇവിടെ ഞാൻ നിറയെ കറിവേപ്പില, കുറച്ച് കാന്താരി മുളക്, ഇത് നടുവേ പിളർന്ന് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത്. അപ്പോൾ ഇത് അരച്ച് കൊണ്ടുവരാം. ഡേറ്റ്സ് അരച്ച് കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുട്ടയൊക്കെ പുഴുങ്ങി വന്നിട്ടുണ്ട്. ഒരെണ്ണം പൊട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന്. ഇത് നമുക്കിനി തണുക്കാൻ വെക്കാം. ഇത് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അച്ചാറിന് വേണ്ടിയിട്ടുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടാകട്ടെ. നമുക്ക് മസാല തയ്യാറാക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് മുട്ടയൊന്ന് വറുത്തെടുക്കാം. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുട്ട തോടൊക്കെ പൊളിച്ചിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുട്ട ഒന്ന് വരഞ്ഞിട്ട് വേണം എണ്ണയിലേക്ക് ഇടാൻ. അപ്പം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇടുന്ന കൂടെ തന്നെ ഇത് അടച്ചു വെക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ച് നേരം അടച്ചിരിക്കട്ടെ. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ നമ്മൾ അച്ചാറിലിടുമ്പോൾ മുട്ട വെളുത്ത് തന്നെ ഇരിക്കും. അച്ചാറിന് മഞ്ഞൾപ്പൊടി ഇടാറില്ല, പക്ഷെ മുട്ട ആയതുകൊണ്ട് മുട്ടയ്ക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താണ്. കുറച്ച് മുളക് പൊടിയും കൂടെ ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയുടെ ആ വൈറ്റ് കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട കോരി മാറ്റിയെടുക്കാം. മുട്ടയൊക്കെ വറുത്ത് കോരി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലൊക്കെ തന്നെ നമുക്ക് കുറച്ചും കൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി. നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് ഉടനെ അടച്ചു വെക്കാം, പൊട്ടിത്തെറിക്കുമല്ലോ. ഇനി നമുക്കിതിലേക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 15 അല്ലി വെളുത്തുള്ളിയുണ്ട്. ഇതും കൂടെ നമുക്കൊന്നിട്ട് വഴറ്റിയെടുക്കാം.
ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. ഈ കാടമുട്ടയ്ക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണല്ലോ. നമ്മൾ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, 1000 കോഴിക്ക് അരക്കാടാണ്. അത്രയ്ക്ക് ഗുണങ്ങൾ അടങ്ങിയതാണ് ഈ കാടമുട്ടയിലും കാട ഇറച്ചിയിലും ഒക്കെ. ഈ ഒരു മുട്ട 9 ഗ്രാമായി ഒരു മുട്ടയുടെ വെയിറ്റ്. ഇതിനകത്താണെങ്കിൽ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, B12, B2, വൈറ്റമിൻ ഡി, കാൽഷ്യം, അയൺ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ ഒരു ചെറിയ സാധനമാണെങ്കിലും ഒരുപാട് ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ. വൈറ്റമിൻ എ ഒക്കെ ആണെങ്കിൽ കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണ്. പിന്നെ ബ്രെയിൻ ഫങ്ഷനൊക്കെ പ്രോപ്പറാകാനും വൈറ്റമിൻ എ ഒക്കെ നല്ലതുപോലെ ഉപകരിക്കും. അപ്പോൾ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. ടേബിൾ സ്പൂൺ അളവിലാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരും. ഞാൻ ചെറിയ സ്പൂൺ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് 3 പ്രാവശ്യം ഇട്ടത്. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ കാന്താരി മുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് എരിവ് ഓൾറെഡി ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് മുട്ട ആയതുകൊണ്ടാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. നോർമൽ അച്ചാറിൽ നമ്മളങ്ങനെ കുരുമുളക് പൊടി ചേർക്കാറില്ല. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് കായമാണ്. ആവശ്യത്തിന് കായം. ഞാൻ കായം പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു 1/2 സ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഇത് അച്ചാറിന് മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ ഒരു നല്ലൊരു ടേസ്റ്റ് വരും. എല്ലാം കൂടെ മിക്സായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഡേറ്റ്സൊക്കെ അരച്ച് ചേർക്കുമ്പോൾ കിട്ടുന്നത്. ഇതും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമുക്കൊരു ദിവസം ഈ കാടമുട്ട 4 എണ്ണം വരെ കഴിക്കാം മാക്സിമം. ഒരു മുട്ടയിൽ 1.2 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ 14 കലോറിയാണ് അടങ്ങിയിരിക്കുന്നത് ഇതിൽ ഒരു മുട്ടയിൽ. അപ്പോൾ 4 എണ്ണം വരെ നമുക്ക് ഒരു ദിവസം കഴിക്കാം. നമ്മുടെ മസാലകളൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ട അച്ചാറായതുകൊണ്ട് പെട്ടെന്ന് കേടുവരും. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് വേണം ഉപയോഗിക്കാൻ. ഒരു 3 ദിവസമൊക്കെ പുറത്ത് വെക്കാം നമുക്ക്. 3 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ 12 മുട്ടയിൽ നിന്ന് 4 മുട്ട വേസ്റ്റായിപ്പോയി. നമുക്ക് 8 മുട്ടയെ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചാറിന് വേണ്ടിയിട്ട് കുറച്ച് ചാറ് വേണ്ട, നമുക്ക് മാത്രമേ മതി. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. 8 എണ്ണം. നല്ലതുപോലെ ഇളക്കി ചേർക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുന്ന ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള കാടമുട്ട അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്രേവിയൊക്കെ എത്ര നല്ല തിക്കായിട്ടായിരിക്കുന്നത്. ഡേറ്റ്സൊക്കെ അരച്ച് ചേർത്തുകൊണ്ട് നല്ല ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ട്. കൂടാതെ അത് നമുക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ അടങ്ങിയ നല്ലൊരു ടേസ്റ്റായി അച്ചാറിന്. ചോറിനോടൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനൊക്കെ ഒരുപാട് നല്ലതാണ്.
ഞാനിവിടെ അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പം മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.